നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം. വേഴമാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മകം, പൂരം, ഉത്രത്തിൽ കാല് വരെയുള്ള നാളുകാർക്ക് വേഴഗ്രഹം, ചിങ്ങക്കൂറുകാർക്ക് ഈ 2025 മെയ് മാസം 14 മുതൽ 2026 ജൂൺ മാസം 2-ാം തീയതി വരെ വേഴഗ്രഹം 11-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 11 വേഴം നിൽക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണെങ്കിലും 2025 ഒക്ടോബർ 18-ന് ഈ വേഴൻ കർക്കിടകത്തിലേക്ക് വരികയും 2025 ഡിസംബർ മാസം 5-ാം തീയതി വീണ്ടും കർക്കിടകത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ ഈ വേഴം 11 നിൽക്കുന്ന കാലഘട്ടം ഒരാളുടെ ജീവിതത്തിന്റെ സുവർണകാലമാണ്. ചിങ്ങക്കൂറുകാർക്ക് ശനി ഇപ്പോ 8 നിൽക്കുന്ന കാലം വളരെ ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് 11 വേഴം വരുന്നത് കൊണ്ട് വല്ലതാ ഗുണവും കിട്ടുമോ എന്ന് പലവരും ചോദിക്കും. ശനി 8 നിൽക്കുമ്പോൾ 8-ന്റെ പണിയാണ് കിട്ടുന്നതെങ്കിലും 8-ന്റെ പണി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. ശനി 8 നിന്നാൽ ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്വോ അതികഷ്ടോ അഷ്ടമഹ എന്നാണ്. ജാതം വാ വിഫലം, ഒരു ഫലവും നമുക്ക് കിട്ടണില്ല. കിട്ടിയൊരു ജോലി കിട്ടിയിട്ട് ശമ്പളം കിട്ടണില്ല, ഒരു പ്രൊമോഷൻ കിട്ടണില്ല, മെച്ചം കിട്ടണില്ല എന്നൊക്കെ തോന്നും. ബിസിനസ്സും ഏജൻസിയൊക്കെ ചെയ്തിട്ട് നമുക്ക് പൈസകളൊക്കെ ഒന്നും കിട്ടണില്ല എന്ന് തോന്നും. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പെട്ടെന്നങ്ങ് നിന്നുപോവുകയും അധികാരികളുടെ വിരോധവും പോലീസ് കേസുകളും വിത്തക്ഷയ ധനനഷ്ടങ്ങളും പ്രവാസി നാടും വീടും വിട്ടുപോകാനുള്ള യോഗവും രോഗങ്ങളും അസുഖങ്ങളും അപകടങ്ങളും കടങ്ങളും മരണഭയങ്ങളും ഒരു അജ്ഞാതവാസം വരെ ഉണ്ടാകുന്ന സമയമാണ് ശനി 8 നിൽക്കുമ്പോൾ. അപ്പൊ ഇത് പറയാതെ വേഴത്തിന്റെ ഫലം പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖിക്കൂല. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഗ്രഹപ്പഴ ഈ രാശിക്കൂറുകാർക്ക് ഉണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേഴമാറ്റം നിങ്ങൾക്കൊരു വലിയ ഭാഗ്യമാണ്. വേഴഗ്രഹം 11 നിൽക്കുകയാണ്. അപ്പൊ 11-ല് 12 വർഷത്തില് ഒരു കൊല്ലമാണ് വേഴഗ്രഹം 11 വരണം. അപ്പൊ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ പല പദ്ധതികളും നമുക്ക് നേടിക്കിട്ടും. സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത നിജാത്മജ വാമകർണോ അർത്ഥലാഭസ്യ ചിന്തിയാത് ഏകാ ദശാരിമേനാണ്. സർവാഭീഷ്ടങ്ങളും സാധിക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സമുണ്ട് ശനി 8 നിൽക്കണമെങ്കിൽ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് പറക്കി നമുക്ക് വിജയിക്കാൻ പറ്റും. ഇഷ്ടകാര്യങ്ങളൊക്കെ നേടിക്കിട്ടും. വേഴത്തിന്റെ ഫലം കൊണ്ടാണ് ആ ഗുണം. ജ്യേഷ്ഠന്മാരെ കൊണ്ടും ഭ്രാതാവ് അമ്മ പെറ്റ സഹോദരങ്ങളെ കൊണ്ടും സഹായം കിട്ടും. ജ്യേഷ്ഠന്മാരെന്ന് പറയുന്നത് നമുക്കൊരു ബന്ധം ഇല്ലാത്തതും ബന്ധുക്കളെ പോലെ നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുടെ സഹായവും നമുക്ക് കിട്ടുന്നതാണ്. അർത്ഥലാഭം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത്, സർക്കാർ, കോടതി, അധികാരികളിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ വിധിയും സഹായങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെ നല്ല ലാഭങ്ങളും ഐശ്വര്യങ്ങളും പുരോഗതികളൊക്കെ കിട്ടുന്നതാണ് വേഴഗ്രഹം 11 വരുമ്പോൾ. അപ്പൊ കൂടാതെ ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചമന്ത്രത്വവും നയവും വസയും ഗുരു എന്നാണ്. ബുദ്ധി കിട്ടും. ആലോചിക്കാതെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആലോചിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടാകും. ബുദ്ധിയും പുത്രരും, മക്കളില്ലാത്തവർക്ക് മക്കൾ കിട്ടാനും മക്കളുള്ളവർക്ക് മക്കൾക്ക് നല്ല അഡ്മിഷൻ കിട്ടും, മാർക്ക് കിട്ടും, ജോലി കിട്ടും, വിവാഹം, സന്താനം, സമ്പത്ത്, ഐശ്വര്യം, വിദേശയാത്ര, പ്രവൃത്തി, നല്ല സ്ഥാനമാനങ്ങൾ ഇതൊക്കെ കിട്ടി പിള്ളേർ രക്ഷപ്പെടും. പിള്ളേരുടെ സന്തോഷം നമ്മളെ സന്തോഷത്തിന് കാരണമാവും. സന്താനങ്ങൾക്ക് നല്ലത് വരും. അങ്ങനെ സന്താന ഗുണങ്ങൾ കിട്ടും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി കിട്ടും. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. സ്നേഹദേഹം അർത്ഥം ഗുരുത്വം, സ്നേഹം കിട്ടും. ദേഹം, ശരീരത്തിന്റെ ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ആ ക്ഷീണവും തളർച്ചയും അസ്വസ്ഥതകളും മാറി നല്ല ആരോഗ്യം, സൗന്ദര്യം, ബുദ്ധി, ശക്തി, തേജസ് ഇതൊക്കെ കിട്ടും. ദേഹം, ശരീരത്തിന് നല്ല പുഷ്ടി കിട്ടും, ആരോഗ്യം കിട്ടും. ശരീരമൊക്കെ ചില ഭാഗങ്ങളൊക്കെ പഴുക്കുകയും മുറിയുകയൊക്കെ ചെയ്ത്
കാല് മുറിക്കണം, കൈ മുറിക്കണം എന്നൊക്കെ പറയണവരൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ശനി എട്ടി നിൽക്കുമ്പോൾ അംഗവൈകല്യം, അപകടം, കുഴപ്പമൊക്കെ വരുന്ന സമയമാണ്. പക്ഷെ വേഴം 11 നിൽക്കുമ്പോഴാ മുറിച്ചു മാറ്റണമെന്ന് പറയുന്ന കാലുകളും കൈകളും നമുക്ക് മുറിച്ചു മാറ്റാതിരുന്ന നല്ല രീതിയിൽ ശരിയായിട്ട് വരും. ആശുപത്രിക്കാർ തന്നെ പറയും നിങ്ങൾ ഭാഗ്യമുള്ള ആളാണ്, നിങ്ങൾക്ക് എന്തായിരുന്നാലും രോഗം മാറി എന്ന് പറയും. വലിയ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞവർക്കും അതില്ലാതെ രോഗത്തിന് ശമനം കിട്ടും. അങ്ങനെ വേഴൻ നമുക്ക് 11 നിന്നാലും യദ്യാരോഗ്യം ദീർഘായുഷവാജ്യം എന്ന് ഫലമുണ്ട്. ആയുഷും ആരോഗ്യം കിട്ടും. 2 ദിഷണെ അനുകൂലേ പ്രായോ അനുകൂലാക്ക സകല സദൈവ. എല്ലാ ദേവന്മാരുടെയും തുണയും അനുകൂലവും കിട്ടും. നിങ്ങളെ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു പുണ്യവും കിട്ടിയില്ലെന്ന് വിചാരിക്കല്, നല്ല ഐശ്വര്യം കിട്ടും. അതേപോലെ നമുക്ക് കോടി ദോഷ വിനസ്യ ഗർഗസ്യ വചനം തഥാ. കോടി ദോഷങ്ങൾ നമ്മുടെ ജാതകത്തിലും ജീവിതത്തിലും ഉണ്ടായിരുന്നാൽ അത് മാറി നല്ലത് വരും. നമുക്ക് നല്ല കോടി ദോഷങ്ങൾ മാറി വലിയ വലിയ കുരുക്കി ചെന്ന് ചാടിയാൽ പോലും ഉരുക്കൊണ്ട് വരാൻ പറ്റും. 4-11 വേഴ ജാതകത്തിൽ നിൽക്കണമെങ്കിൽ ജീവിതകാലം മൊത്തം കോടീശ്വരനാവും. അതേസമയം ഇപ്പം നമ്മൾ ജനിച്ച കൂറിന്റെ 11 നിൽക്കുമ്പോഴാണ് ഈ കൊല്ലം നിങ്ങൾക്ക് ചിട്ടിയും പാട്ടവും കൃഷിയും നാൽക്കാലിയും വ്യാപാരവും കുറച്ച് അഭിവൃദ്ധിയും പ്രമോഷനും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. ഇപ്പൊ ഒരു ഗ്രഹം പഴച്ചു നിൽക്കണമെങ്കിലും മറ്റൊരു ഗ്രഹത്തിന്റെ അനുഗ്രഹം, സഹായം ഇതൊക്കെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു വരും. അങ്ങനെ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടും. കൂടാതെ ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുമെന്നാണ്. കാരണം ഈ വേഴൻ ഈശ്വരകാരകനാണ്. കാരണം വേഴനും ദിഷണെ അനുകൂലേ പ്രായോ അനുകൂലാക്ക സകലാസുദേവ തത്പ്രതികൂലക സതിജ്ഞ അനുകൂലമാണ്. ദൈവാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത്, നമുക്ക് നല്ല പവർ സപ്ലൈ ഉള്ള സമയത്ത് ഏത് മോട്ടോറും പ്രവർത്തിപ്പിക്കാനും അതുകൊണ്ട് കാര്യം നേടാനും നമുക്ക് പറ്റുന്നത് പോലെയാണ് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവിധ അഭിവൃദ്ധിയും പുരോഗതിയും കിട്ടുന്നത്. ഈ തടസ്സങ്ങളും ദോഷങ്ങളൊക്കെ ഒരുപാട് നമ്മളെ കയറി ചുറ്റിപ്പിടിക്കും. അവിടെ ശനി എട്ടി നിൽക്കുമ്പോൾ ജോത്സ്യന് ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞെങ്കിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറയരുത്. ശനിയുടെ ദോഷത്തിന് നവഗ്രഹ പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ. ശനി എട്ടി നിന്ന് എട്ടിന്റെ പണി കിട്ടുമെന്നാണ്. അതുകൊണ്ട് വാഹനങ്ങൾ ഓട്ടിക്കണം, സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഗെയിമുകൾ കളിക്കാൻ പോണത് സൂക്ഷിക്കണം. ഒരു വീട് വാങ്ങിക്കാൻ യോഗമുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇരിക്കുന്നതെല്ലാം വിറ്റുപറയ്ക്ക് ചിലപ്പോൾ ആ വീട് വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ കൈ ഇരുന്നത് പോയിട്ടാണല്ലോ മറ്റത് കിട്ടിയതെന്ന് തോന്നിപ്പോ. അങ്ങനെയുള്ള ഒരു വസ്തു വിറ്റിട്ട് വേറൊരു വസ്തു വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ലത് വരെ ഉള്ളൂ. കുറച്ച് കടം കൂടിയാലും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും ആ ജീവിത പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ കുറച്ച് ബാധ്യതകൾ ഉണ്ടാവും. ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാര്യം, 8-ല് ഈ ശനി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് സർവ്വ ഐശ്വര്യത്തിനും മങ്ങല്, വിപത്തുക്കള്, അപവാദങ്ങള്, മരണസ്ഥ ബന്ധു വഴി ചില ആൾക്കാർക്ക് ആപത്ത്, മരണം, ഗതാഗത വിഘ്ന, പോകുന്ന കാര്യങ്ങളെല്ലാം തടസ്സമൊക്കെ ആയി. ഈ തടസ്സത്തിന്റെ മണ്ടയിൽ നമ്മൾ പോവാതിരിക്കരുത്. തടസ്സം വന്നാലും നമ്മൾ കുറച്ച് പരിശ്രമിച്ചു പോകാം. അപ്പോഴ് ദോഷങ്ങളും. രാഹു 8 നിൽക്കുന്നത് കൊണ്ട് ഈ കൊല്ലം കുറച്ച് കുടുംബ കലഹം, അപവാദം, ശത്രുക്കൾ, വിരോധികളൊക്കെ കൂടി വരും. ഇതിനെല്ലാം നമുക്ക് അനുകൂലം എന്ന് പറയുന്നത് 11 വേഴൻ. വെള്ളത്തിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങുന്ന ഒരാളിന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയത് പോലെയാണ് 11 വേഴത്തിന്റെ സ്ഥിതി. അതുകൊണ്ട് നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം. ജാതകത്തില് നമുക്ക് നല്ല ദശാകാലമാണെങ്കിലും ശനിയുടെ രാഹുവിന്റെ ഒക്കെ ദശയാണെങ്കിലും അവർ 3, 9, 11 ഇങ്ങനെയുള്ള ഇഷ്ടസ്ഥാനത്ത് ഉച്ചത്തില്, സ്വക്ഷേത്രത്തില്, മൂലക്ഷേത്രത്തിലൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് ഗുണം കിട്ടും. അങ്ങനെയൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് ഈ വലിയ കുഴപ്പങ്ങളും ബാധിക്കില്ല. വലിയ സുനാമി വന്നിട്ട് പോലും കടലിൽ കിടന്ന ഏതെങ്കിലും കപ്പലിന് നാശം വന്നില്ല. കടലിൽ കിടന്ന ആൾക്കാരും വെള്ളവും ബോട്ടും ഒക്കെ അടിച്ചു മറിച്ചു. കപ്പലിനും അതേപോലെ നമുക്ക് നല്ല സുരക്ഷിതമായ ജാതകത്തില് ദശാകാലങ്ങളും നമുക്കുണ്ടെങ്കിൽ കുറെ വിഷമം, തടസ്സം, വലിയ ഭീഷണി, ഏഷണി ഇതൊക്കെ വന്നാൽ പോലും പിടിച്ച് നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുന്നത് പോലെ രക്ഷപ്പെടാൻ പറ്റും. പൂജകളോ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ലതാണ്. കാലഭൈരവ സ്വാമിയെ ഭജിക്കണം, ശാസ്താവിനെ ഭജിക്കണം, ഹനുമാൻ സ്വാമിയെ ഭജിക്കണം, കുടുംബദേവനെ ഭജിക്കണം,
നാഗരെ ഭജിക്കണം. എട്ടി സർപ്പം നിന്ന സർപ്പ പ്രീതി വരുത്തണം. ഈ അലസത കൂടും. പാമ്പ് മാളത്തിൽ ഇരിക്കും കണക്ക് ഒളിച്ചിരുന്നത്. ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും പോകാൻ തോന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ദോഷങ്ങൾക്ക് നമുക്ക് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ, ഐശ്വര്യ പൂജ, ജാതകം പരിശോധിച്ച് നോക്കി അതിലെന്തെങ്കിലും ഗ്രഹപ്പഴം ഉണ്ടെങ്കിൽ അതിനും കൂടി പരിഹാരമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷമതകൾ മാറും. അപ്പൊ 11 പേരെന്ന് പറയുന്നത് നിസ്സാരമല്ല, ഏറ്റവും നല്ലതാണ്. പക്ഷേ ശനിയും രാവുമൊക്കെ കയറി കുറുക്കെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളും അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിവൃത്തിയുള്ളതായ വഴിപാടുകളൊക്കെ ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ലത് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഉണ്ടാകട്ടെ എന്ന് ശ്രീ പത്മനാഭ സ്വാമിയോടും അതേപോലെ കാലഭൈരവ സ്വാമിയോടും ഗുരുവായൂരപ്പനോടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.